ജാപ്പനീസ് ജനപ്രിയ വാഹന ബ്രാൻഡായ ടൊയോട്ട ഒരു പുതിയ SUV വികസിപ്പിക്കുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഫോർച്യൂണർ കണ്ടുകൊതിച്ച സാധാരണക്കാരന് താങ്ങാകാൻ ഫോർച്യൂണറിന് താഴെയുള്ള സെഗ്മെന്റിലായിരിക്കും ഈ പുതിയ മോഡൽ കമ്പനി പുറത്തിറക്കുക. ഫോർച്യൂണറിന്റെയും ഹിലക്സിന്റെയും പ്ലാറ്റ്ഫോമുകളുടെ ഒരു തകർപ്പൻ മിശ്രണമായിരിക്കും ഈ മോഡൽ എന്നാണ് സൂചന. പുതിയ മിനി ഫോർച്യൂണറിന് ഡീസൽ പവർ ട്രെയിനിന് പകരം പെട്രോൾ പവർ ട്രെയിനും ഇന്ധനക്ഷമമായ 2.0 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനുമായിരിക്കും കമ്പനി ഉൾപ്പെടുത്തുക. IMVO പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ മോഡൽ ടൊയോട്ടയുടെ നിലവിലുള്ള TNG AC പ്ലാറ്റ്ഫോമിന്റെ കുറഞ്ഞ ചെലവുള്ള പതിപ്പായിരിക്കും. ഇതേ പ്ലാറ്റ്ഫോമിലാണ് ഇന്ത്യൻ വിപണിയിലെ ഇന്നോവ ഹൈക്രോസും അന്താരാഷ്ട്ര വിപണിയിലെ കൊറോള ക്രോസും നിർമ്മിച്ചിരിക്കുന്നത്. ഫോർമാറ്റബിൾ ഡിസൈൻ സാങ്കേതികവിദ്യയും വിപുലമായ എഞ്ചിൻ ഓപ്ഷനുകളും ഉൾപ്പെടുന്നതാണ് TNG AC പ്ലാറ്റ്ഫോം. പെട്രോൾ എഞ്ചിന് 173 bhp കരുത്തും 209 Nm ടോർക്കും കമ്പനി നൽകുമ്പോൾ ഹൈബ്രിഡ് പതിപ്പിൽ അത് 184 bhp കരുത്ത്, 188 Nm ടോർക്ക് എന്നിവയോടൊപ്പം 206 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടറും ഉണ്ടാകും. പുതിയ SUV-യിൽ ഇക്കോ, നോർമൽ, പവർ എന്നീ ഡ്രൈവിംഗ് മോഡുകളും പാഡിൽ ഷിഫ്റ്ററുകളുള്ള ECVT ട്രാൻസ്മിഷനും ലഭ്യമാകും. ഗ്രൗണ്ട് ക്ലിയറൻസും 4x4 ഓപ്ഷനും ഫോർച്യൂണറിന് രൂപകൽപ്പന ഓർമ്മിപ്പിക്കുന്ന ബോഡി പാനലുകളും വാഹനത്തെ യുവതലമുറക്കിടയിൽ കൂടുതൽ ആകർഷണീയമാക്കും. വാഹനത്തിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഒരു ഇലക്ട്രിക് പതിപ്പും കമ്പനി അവതരിപ്പിച്ചേക്കും. ടൊയോട്ടയുടെ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ പ്ലാന്റിൽ 2027 ഉൽപാദനം ആരംഭിക്കാനാണ് സാധ്യത. സാങ്കേതിക വിദ്യയിലും ഫോർച്യൂണറിന്റെ എളുപ്പമെത്താവുന്ന പതിപ്പായി മിനി ഫോർച്യൂണർ ഇന്ത്യൻ ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നാണ് ടൊയോട്ടയുടെ പ്രതീക്ഷ.